നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ആ തെരുവിലാണ് സേതുമാധവന് എല്ലാം നഷ്ടപ്പെട്ടത് എന്ന ചെങ്കോൽ സിനിമയിലെ ഒരു ഫേമസ് ഡയലോഗ് പോലെ ആ കോർപ്പറേഷനിലാണ് ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടത് എന്ന് കമ്മികൾക്ക് ഭാവിയിൽ പറയേണ്ടി വരും. ഈ പറഞ്ഞ വരികൾ സമൂഹമാധ്യമത്തിൽ പാളയം മാർക്കറ്റിലെ അനധികൃത കെട്ടിടങ്ങൾ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പൊളിച്ചു തുടങ്ങി എന്ന വാർത്തയ്ക്ക് വന്ന പോസ്റ്റിന്റെ തുടക്കമാണ്. കാരണം അത്ര ഗംഭീരമായാണ് കാര്യങ്ങൾ തിരുവനന്തപുരം മേയർ വി രാജേഷ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നഗരമധ്യത്തിലെ പാളയം മാർക്കറ്റിൽ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ തിരുവനന്തപുരം നഗരസഭ അധികൃതർ പൊളിച്ചു നീക്കി. മാർക്കറ്റിനുള്ളിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന കോഴിക്കച്ചവടം നടത്തുന്ന ഭാഗത്തെ കെട്ടിടങ്ങളാണ് നഗരസഭ അധികൃതരെത്തി പൊളിച്ചു മാറ്റിയത്. മേയറുടെയും കോർപ്പറേഷൻ സെക്രട്ടറിയുടെയും കർശന നിർദ്ദേശത്തെ തുടർന്നായിരുന്നു നഗരസഭയുടെ ഈ അടിയന്തര നടപടി. കഴിഞ്ഞ ദിവസം മേയർ നേരിട്ട് പാളയം മാർക്കറ്റ് സന്ദർശിക്കുകയും ഇവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് പൊളിക്കൽ നടപടികളിലേക്ക് അധികൃതർ കടന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ കയ്യേറ്റങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് കോർപ്പറേഷൻ മേയർ വി രാജേഷ് പറഞ്ഞു. അനധികൃത പണപ്പിരിവ് നിർത്തലാക്കാനും നടപടിയുണ്ടാകും. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി പാളയം മാർക്കറ്റിന് നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. പക്ഷെ ഭൂരിഭാഗം കച്ചവടക്കാരും നിർമ്മിച്ചു നൽകിയ പുതിയ കെട്ടിടങ്ങളിലേക്ക് മാറാൻ തയ്യാറായിട്ടില്ല. പുതിയ കെട്ടിടങ്ങൾ കച്ചവട സൗഹൃദമല്ല എന്നാണ് ആക്ഷേപം. അതിനിടയിലാണ് അനധികൃത നിർമ്മാണ പ്രവൃത്തികളും പെരുകുന്നത്. രേഖകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷനിൽ നിന്നുള്ള സ്പെഷ്യൽ സ്ക്വാഡാണ് നിയമവിരുദ്ധ നിർമ്മാണങ്ങൾ പൊളിച്ചു തുടങ്ങിയത്. വരും ദിവസങ്ങളിലും നടപടി തുടരുമെന്ന് കോർപ്പറേഷൻ മേയർ വി രാജേഷ് പറയുന്നു. നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം നൽകിയ കൃത്യമായ നിർദ്ദേശത്തിന്റെയും റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഈ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയെന്ന് സ്ഥലത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പാളയം മാർക്കറ്റിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ശക്തമായ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് നഗരസഭാ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. അതേസമയം കെട്ടിടം പൊളിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയില്ലെന്ന പരാതി ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. ഇനിയും അനധികൃത നിർമ്മാണങ്ങൾ ഉണ്ടെങ്കിൽ സ്വയം പൊളിച്ചു മാറ്റാൻ തയ്യാറാവണമെന്നും അല്ലെങ്കിൽ കോർപ്പറേഷൻ തന്നെ പൊളിച്ചു നീക്കുമെന്നും നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ്. മുൻ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പണിത കെട്ടിടങ്ങൾ അശാസ്ത്രീയമാണെന്ന വിമർശനം BJPയുടെ നേതൃത്വത്തിലുള്ള നിലവിലെ ഭരണസമിതി ഉന്നയിക്കുന്നുമുണ്ട്. കൂടാതെ പാളയം മാർക്കറ്റിലെ അനധികൃതമായ പണപ്പിരിവ് തടയാനും കോർപ്പറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. പാളയം മാർക്കറ്റിലെ ഗുണ്ടാപിരിവും അവസാനിപ്പിക്കുകയാണ് മേയർ വി രാജേഷ്. തിരുവനന്തപുരം പാളയം മാർക്കറ്റിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന ഗുണ്ടാപിരിവ് മേയർ വി രാജേഷ് അവസാനിപ്പിക്കുകയാണെന്നും ഇനി നഗരസഭയ്ക്ക് നിയമപരമായി നൽകേണ്ടത് മാത്രമേ നൽകാവൂ എന്ന നിർദ്ദേശം കച്ചവടക്കാർക്ക് നൽകുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് മേയർ തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെ: ഇന്ന് സഹപ്രവർത്തകർക്കും കോർപ്പറേഷൻ സ്മാർട്ട് സിറ്റി ഉദ്യോഗസ്ഥർക്കുമൊപ്പം പാളയം മാർക്കറ്റ് സന്ദർശിച്ചു. 45 വർഷമായി കച്ചവടക്കാരിൽ നിന്നും സിറ്റിയിലെ ചില പ്രാദേശിക സംഘങ്ങൾ ബലപ്രയോഗത്തിലൂടെ നടത്തിവന്ന അനധികൃത പണപ്പിരിവ് നിർത്തിക്കൊണ്ടുള്ള ഉത്തരവ് നടപ്പിലാക്കി. അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. തുടർ നടപടികൾ ഉണ്ടാവും. ഇതേക്കുറിച്ച് വരുന്ന സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളിലും മേയറുടെ നടപടിക്ക് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് എന്ന സൂചന തന്നെയാണ് നൽകുന്നത്. അവയിൽ ചിലത് പറയുന്നത് ഇങ്ങനെ: കഴിഞ്ഞ 3 ദിവസത്തിനിടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന വാർത്തകളാണ് ഇത്. സാക്ഷാൽ യോഗി ആദിത്യനാഥ് തുടങ്ങിവെച്ച ബുൾഡോസർ രാജ് എന്ന നീതി നിർവഹണ പ്രക്രിയ ഉത്തർപ്രദേശും ബീഹാറും കടന്ന് ഇന്ന് ഭാരതത്തിലുടനീളം പടർന്നു പന്തലിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഇത് നിലവിൽ നട്ടലുള്ള ആണൊരുത്തൻ തിരുവനന്തപുരത്തിന്റെ നഗരപിതാവ് മാത്രമാണ്. പക്ഷെ മൂക്കിന് താഴെ നടന്ന സംഭവമായിട്ട് പോലും ഇതിനെ തടയുവാനോ എതിർത്തൊരു വാക്കുച്ചരിക്കുവാനോ ഇതുവരെ കോൺഗ്രസിന് നാവ് പൊന്തിയിട്ടില്ല എന്നതിൽ നിന്ന് തന്നെ ബുൾഡോസർ രാജിനെ അവരും ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നു. ഇതാവണം മേയർ, ഇങ്ങനെ ആവണം ഓരോ ഭരണാധികാരികളും. ചൊല്ലിക്കൊണ്ട് തള്ളിക്കള. മേയർ വി രാജേഷിന്റെ മുന്നറിയിപ്പ് കേട്ടില്ല. പാളയം ചന്തയിൽ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ ബുൾഡോസർ രാജ് നടപ്പിലാക്കി നഗരസഭ. ഇങ്ങനെ പോകുന്നു പോസ്റ്റുകൾ. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.